الله الله الحمد لله الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل وسلم على رسولك سيدنا المصطفى محمد وعلى آله وأصحاب سيدنا ومولانا محمد. اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وأصحابه وأزواجه وذريات سيدنا ومولانا محمد. أرحم الراحمين يا الله، أرحم الراحمين يا الله، രാജാതി രാജനായ റബ്ബേ, ഗഫൂറായ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പാപികളും ദോഷികളുമാണ് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപത്തെ നീ പൊറുക്കണേ അല്ലാഹ്. ഈ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് നീ കബൂലാക്കിക്കൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നീ ഉത്തരം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് ഖബൂലിയത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ റജബ് മാസം ഞങ്ങളിലൂടെ കടന്നു വന്നിരിക്കുകയാണ്. ഇനി ശഅബാനും പ്രിയപ്പെട്ട റമളാനും ഞങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് റഹ്മാനെ. ഈ സമയത്ത് ഞങ്ങളെ ഇബാദത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും അല്ലാഹുവേ, നീ പൊരുത്തപ്പെട്ട രീതിയിലുള്ള ബറക്കാത്ത് നിഅമാത്തുകൾ ഞങ്ങൾക്ക് ഏറ്റിത്തരണേ റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹ്, നിരവധി പ്രയാസങ്ങളും വിഷമമുള്ളവരാണ് റബ്ബേ ഞങ്ങൾ. ഇവിടെ വലിയ സംഭാവനകൾ നൽകുകയും വലിയ ഉദ്ദേശങ്ങൾ വെക്കുകയും വലിയ ഉത്തരത്തിന്റെ ഒരു വാതിലായി ഈ ഉറൂസിനെ കാണുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ, എല്ലാ അർത്ഥത്തിലും നീ അവർക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഈ കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും വസിയത്ത് ചെയ്തവർക്കും ലൈവായി ആമീൻ പറയുന്നവർക്കും അർഹമുർ റഹീമായ അല്ലാഹ്, നീ എന്താണോ ഞങ്ങളുടെ വിഷമത്തിൽ നീ ഉദ്ദേശിച്ചത് അല്ലാഹുവേ, അത് നല്ല നിലക്ക് നീ പര്യവസാനിപ്പിക്കണേ അല്ലാഹ്. നിരവധി പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അല്ലാഹ്, സദസ്സിൽ പോലും പറയാൻ പറ്റാത്ത പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. നൂറുകണക്കായ ആളുകൾ ഇന്നെന്നോട് പറഞ്ഞ അവലാതി ബേവലാതി വിഷമതകൾ, വിഷമങ്ങൾ റബ്ബേ. അതുപോലെ ഈ സദസ്സിൽ വന്ന് പറഞ്ഞവര്, സംഭാവന ചെയ്യുമ്പോൾ പറഞ്ഞവര്, ഈ സദസ്സിലുള്ളവരുടെ ഖൽബിലുള്ളത്, ലൈവായി കാണുന്നവരുടെ ഖൽബിലുള്ളത് അല്ലാഹ്, എല്ലാം അറിയുന്ന, കാണുന്ന, കേൾക്കുന്ന നാഥാ അല്ലാഹുവേ, ഒന്നുപോലും ഹായിബാക്കാതെ നീ പരിഹരിക്കണേ അല്ലാഹ്. സിഹ്റുകൾ നീ ബാത്തിലാക്കണേ അല്ലാഹ്, സിഹ്റുകൾ നീ ബാത്തിലാക്കണേ അല്ലാഹ്. പൈശാചികമായ വിഷമങ്ങളെ നീ ദൂരീകരിക്കണേ അല്ലാഹ്. ഐനുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനേ, എത്രയോ പ്രസവിക്കാൻ സമയമായി ആശുപത്രിയിലും വീട്ടിലും കഴിയുന്ന ഞങ്ങളെ പെൺമക്കളുണ്ട് റബ്ബേ. അവർക്ക് നല്ല റാഹത്തായ പ്രസവത്തിനുള്ള ചാൻസ് നീ നൽകണേ അല്ലാഹ്. റബ്ബേ, കല്യാണ പ്രായമെത്തിയ ആൺകുട്ടികൾ, ഇന്നധികം ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾ കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ്. അതുപോലെ പെൺകുട്ടികളുമുണ്ട് റഹ്മാനെ. അവർക്കൊക്കെ ഇണയൊത്ത ആണും പെണ്ണും നീ നൽകണേ അല്ലാഹ്. റഹ്മാനെ, ഈ ഉറൂസിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ പ്രവർത്തനങ്ങളുമായി നടക്കുന്ന ഇതിന്റെ ഖാദിമീങ്ങളുണ്ട് അല്ലാഹ്, ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളുണ്ട് അല്ലാഹ്. റബ്ബേ, അവരുടെ പ്രയാസങ്ങൾ ഒന്നൊന്നായി നീ അറിയുന്നവനാണ് റബ്ബേ. ഒന്നുപോലും നീ ഖൈബാക്കല്ല അല്ലാഹ്, ഒന്നുപോലും നീ ഖൈബാക്കല്ല റഹ്മാനെ. അല്ലാഹ്, ഞങ്ങൾക്ക് വലിയ വിഷമങ്ങളും വലിയ ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ മുമ്പിലുണ്ട്. വിശേഷിച്ച് അല്ലാഹ്, ഈ ഉമ്മത്ത് മുഹമ്മദിന് വലിയ പ്രയാസങ്ങളുണ്ട് റബ്ബേ. അതിനെ പരിഹരിക്കാൻ നീ അല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ പാപികളാണ്,
ഞങ്ങൾ ദോഷികളാണ്, ഞങ്ങൾക്കൊന്നും കഴിവില്ല, ദ്വാഫായിങ്ങളാണ്. അല്ലാഹ് നീ വലിയ ഖവിയാണ്, ജബ്ബാറാണ്, ഖഹാറാണ്. അല്ലാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങൾ നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. രാത്രി ഇശാ നിസ്കരിച്ചു പോയി, രാവിലെ വരുമ്പോൾ പള്ളി കാണുന്നില്ല, മദ്രസ കാണുന്നില്ല, ദർസ് കാണുന്നില്ല. അല്ലാഹ് ഇത്തരം വിഷമതകളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. റഹ്മാനെ നിന്റെ ധീരി ഇവിടെ നിലനിർത്തണേ അല്ലാഹ്. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹക്കീമീൻ. എങ്ങനെയാണോ യുക്തമായി ശത്രുക്കളെ നേരിടുക എന്ന് നന്നായി അറിയുന്ന റബ്ബേ, ഖഹാറായ ജബ്ബാറായ മുതകബ്ബിറായ കബീറായ ഖദീറായ അല്ലാഹ് നീ അതിനെ കൈകാര്യം ചെയ്യണേ റഹ്മാനേ. അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങൾ വലിയ രോഗമുള്ളവരാണ് റബ്ബേ. റബ്ബേ ഓരോ ദിവസവും 10 ആള് കൂടുമ്പോൾ ഒരാളെങ്കിലും അറ്റാക്കായി പോകുന്നു, ക്യാൻസർ ബാധിക്കുന്നുണ്ട്. ഞങ്ങളെ ചുറ്റുഭാഗത്തും എത്രയോ രോഗം പിടിപെട്ടവർ ഞങ്ങളെ സദസ്സിലുണ്ട്, സ്റ്റേജിലുണ്ട്, ഞങ്ങൾക്കുമുണ്ട്. അർഹമുർ റഹീമായ ഷാഫിയായ കാഫിയായ നാഥ, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഒലിയിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ രോഗം നിശേഷം നീ ശിഫ നൽകണേ അല്ലാഹ്. നീ ശിഫ നൽകണേ അല്ലാഹ്. നീ ശിഫ നൽകണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. വെന്റിലേറ്ററിലും ICUവിലും കഴിയുന്ന എത്രയോ രോഗികൾ ഇന്ന് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ശിഫ നൽകണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളുടെ മരണം നല്ല ഭംഗിയുള്ള മരണമാക്കണേ അല്ലാഹ്. ഇന്നലെ ഒരു കുട്ടി മരണപ്പെട്ടു പോയി, ആക്സിഡന്റായി. ഒരു മുത്തഅല്ലിം മോന് മരണപ്പെട്ടു പോയി. റബ്ബേ ആ മരണത്തിന്റെ ശുഹദാക്കളിൽ നീ പെടുത്തണേ അല്ലാഹ്. ആ പൊന്നുമോന്റെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. പൊന്നുമോന്റെ കുടുംബത്തിന് സമാധാനവും ശാന്തിയും നൽകണേ അല്ലാഹ്. ഇതുപോലെ പെടുന്നതിനെയുള്ള എത്രയോ മരണങ്ങൾ ഞങ്ങളെ മുമ്പിൽ കാണാറുണ്ട്. റബ്ബേ ഞങ്ങളാരെയും അത്തരം ആക്സിഡന്റായ മരണത്തിലോ അപകടകരമായ മരണത്തിലോ പെടുത്തല്ല അല്ലാഹ്. പെടുത്തിക്കളയല്ല അല്ലാഹ്. നല്ല ഒരു സമയവും നല്ല ഒരു ദിവസവും നല്ല ഒരു സ്ഥലവും അല്ലാഹ് നീ പൊരുത്തപ്പെട്ട രീതിയിൽ നിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ഒളു എടുത്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് കാമിലായ ഈമാൻ കിട്ടി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനേ. ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങളെല്ലാവരും ആഫിയത്തിനും ദീർഘായുസ്സിനും വേണ്ടിയും എൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയും ദ്വാരക്കണമെന്ന് പ്രത്യേകമായി വസിയത്ത് ചെയ്യുന്നു. പ്രത്യേകിച്ച് നമുക്കൊക്കെ വലിയ കണ്ടുപരിചയമില്ലാത്ത നമ്മളെ ബാബ ഉസ്താദിനോട് പ്രത്യേകമായി വസിയത്ത് ചെയ്യുന്നു. നിങ്ങളൊക്കെ സമ്മതത്തോടു കൂടി ഞാൻ പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.